പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിന്റെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 32 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ധ്യാന വിഷയമായി എടുക്കുന്നു, പ്രാർത്ഥിച്ച് വായിച്ച് ധ്യാനിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തർക്കിച്ചതിനെ കുറിച്ച്. അതേ തുടർന്ന് ഈശോ പത്രോസിന് കൊടുക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശം, പ്രത്യേക ഉപദേശമാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. തന്റെ ശിഷ്യന്മാർ മറ്റുള്ളവരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാണ് വലിയവരാകാൻ ശ്രമിക്കേണ്ടത്. അതിന് എളിമയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ശുശ്രൂഷകനെ പോലെ പെരുമാറണമെന്ന് ഈശോ പറഞ്ഞു കൊടുത്തതിന് ശേഷം പത്രോസിനോട് വളരെ പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞു. സാത്താൻ നിന്നെ പതിരുപോലെ പാറ്റാൻ ശ്രമിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ശിഷ്യന്മാരുടെ തലവനായ പത്രോസിനോട് ഈശോ ഓർമ്മിപ്പിച്ച അവന്റെ പ്രത്യേക ഉത്തരവാദിത്വമായി പറഞ്ഞ ഒരു കാര്യമാണ്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. കാരണം നിന്നെ നശിപ്പിക്കാനും നിന്നെ ഇല്ലാതാക്കാനും നിന്റെ വിശ്വാസം കളയാനും സാത്താൻ, പിശാച് പരിശ്രമിച്ചു, ഇനിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ലോകത്തിലുള്ള എല്ലാ കാലത്തും ക്രിസ്തീയ വിശ്വാസികൾക്കുള്ള വലിയ വെല്ലുവിളി അതാണ്. യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെടുത്താൻ പിശാച് പല രീതിയിൽ, പലതരത്തിൽ സത്യമെന്ന് തോന്നുന്ന പല പ്രബോധനങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കും. പക്ഷെ ദൈവം, ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പത്രോസിലൂടെ ഓർമ്മിപ്പിക്കുന്നത്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ഉയർപ്പിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഈശോയുടെ നിർദ്ദേശമാണിത്. നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ ഇനി മുതൽ രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ശക്തമായി പരിശ്രമിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന, നല്ല ജീവിതം, ഈശോയിലുള്ള അടുപ്പം, സഭാത്മക ജീവിതമൊക്കെ കൊണ്ട് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ സാധിക്കണം. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്? നമ്മുടെ നല്ല മാതൃക വഴി ശക്തിപ്പെടുത്തണം. നമ്മുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ശക്തിപ്പെടുത്തണം. നല്ല സംയോജിതമായ ഉപദേശങ്ങൾ വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് ഇടപെട്ട് വേണ്ട ആത്മീയ നിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി മറ്റുള്ളവരെ നമ്മൾ ശക്തിപ്പെടുത്തണം. നല്ല ജീവിതം കൊണ്ട് നമ്മൾ മാതൃക നൽകി മറ്റുള്ളവരെ ഈശോയിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമെന്ന് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. പത്രോസിനോട് പറഞ്ഞ ഈ കാര്യം നമ്മളെല്ലാവരോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ മഹത്വവും സാന്നിധ്യവും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടി ശക്തിപ്പെടുത്താനുള്ള വലിയ വിളി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ പോരാ, മറിച്ച് ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ജീവിതത്തെയും അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ അവരെ ശക്തിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ ജീവിത ആവശ്യങ്ങളിൽ അവർക്ക് ആവശ്യമായ സഹായം നൽകി അവരെ ശക്തിപ്പെടുത്താൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.